എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? വെള്ള പുതച്ച് കൊച്ചിയിലേക്ക് വിരുന്നു വന്ന ബംഗാളിലെ കരിമ്പുലികളായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ തങ്ങളുടെ മടയിലിട്ട് വലിച്ചു കീറി കൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാരാവന്മാരുടെ ശവമടക്കം നടത്തി എന്ന് തന്നെ പറയാം ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച്. അത്രമേൽ ഡോമിനൻസ് ഉണ്ടായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും തമ്മിൽ നടന്ന മത്സരത്തിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന്റെ ഗതിക്ക് വിപരീതമായിട്ട് മഹദോഷിൽ കൂടി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ലീഡ് എടുത്തെങ്കിൽ പോലും ആ ലീഡിന് 2 മിനിറ്റത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. ഫ്രാഞ്ചോവിലൂടെ മനോഹരമായിട്ട് തന്നെ നമ്മൾ തിരിച്ചെടുത്തു. ഫ്രാഞ്ചോവിന് ആ ഒരു ഗോളിന് വഴിയൊരുക്കി കൊടുത്തത് കൃത്യമായിട്ടുള്ള ഒരു പാസ് നൽകിക്കൊണ്ട് കെവിൻ യോക്കാണ്. രണ്ടാമത്തെ ഗോള് ബാർട്ടോമ്യു നേടുമ്പോഴും അതിന് വഴിയൊരുക്കിയതും നമ്മുടെ അതേ കെവിൻ യോക്ക് തന്നെയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ 2 അസിസ്റ്റുകൾ കെവിൻ യോക്ക് നൽകിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3ാമത്തെ ഗോൾ നേടിയത് മലയാളി താരമായിട്ടുള്ള ശ്രീകുട്ടനായിരുന്നു. വളരെ മനോഹരമായിരുന്നു ശ്രീകുട്ടൻ്റെ ആ ഒരു ഗോള്. അതിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ അസിസ്റ്റ് നൽകിയത് റിയൽ മാഡ്രിഡിന്റെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചോ ആയിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം ആവേശം പകർന്നു നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ 1 പോയിന്റുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പരിശീലകൻ വന്നതിന് ശേഷം നമ്മൾ പരാജയങ്ങൾ അറിയാതെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ നമ്മൾ 8ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന കാര്യം പോലും നമ്മളെല്ലാവരും വിസ്മരിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അതിന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തെറ്റായ സമീപനങ്ങൾ മൂലം ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഏറെ പിന്നിലേക്ക് പോയതായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കൊച്ചിയിൽ കൊമ്പന്മാരുടെ മടയിലേക്ക്, കൊമ്പന്മാരുടെ സ്വന്തം മേച്ചൽപ്പുറത്തേക്ക് കരിമ്പുലികളെ വിരുന്നിന് വിളിച്ചു വരുത്തി ഇവിടെ ഇട്ട് കശാപ്പ് ചെയ്യാൻ കൊമ്പന്മാർക്ക് കഴിഞ്ഞു. കൊമ്പന്മാർ വീണ്ടും പഴയ കരുത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് മുറിവേറ്റ കൊമ്പൻ മുറിവാറ്റി കരുത്തേറ്റ് കൊല വിളിച്ച് നിൽക്കുമ്പോൾ ആ ചിഹ്നം വിളി പലരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കിരീട സ്വപ്നം ഈ തവണ നമുക്കില്ലെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. അടുത്ത സീസണിൽ ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്യട്ടെ. മന്ത്രത്താമിനെ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് CEO ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആഷ്ലി വെസ്റ്റ്വുഡും മന്ത്രത്താമിനെയും കൂടി ചേർന്ന് വിട്ടൊരു കിടിലൻ കോമ്പിനേഷൻ ഉണ്ടാക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ്. നമുക്കെന്നും നിരാശപ്പെടാനാണ് വിധി. ഇന്നത്തെ മത്സരം നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. ഇന്ന് സംഭവം ഞാൻ പൂട്ടിക്കെട്ടി പോകാൻ പറഞ്ഞ് ഇരുന്നതാണ്. ഞാൻ ഡ്രസ്സൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നതാണ്. പക്ഷേ നാളത്തെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ബൈ. നിൽക്കാൻ പറ്റത്തില്ലേ, കുറേ ഇഷ്യൂസ് ഉണ്ട്.